കഴിഞ്ഞ ദിവസം മലയാളികൾ എല്ലാവരും ഞെട്ടലോടെ കേട്ടതായിരുന്നു നടി അനശ്വര രാജന്റെ സഹോദരിയും മലയാളികൾക്ക് വളരെയധികം സുപരിചിതയും മോഡലും നടിയും ഒക്കെയായ മലയാളികളുടെ പ്രിയപ്പെട്ട ഐശ്വര്യ രാജൻ അനുഭവിക്കുന്ന വേദനയും അസുഖവും എന്ന് പറയാം. എന്നാൽ തൻ്റെ ബന്ധം, അതായത് മുൻപ് വിവാഹം വരെ എത്തിച്ച ഒരു പ്രണയബന്ധത്തിൽ തകരേണ്ടി വന്നതും ആ ഒരു ചോദ്യം കൊണ്ടാണെന്നും നിനക്ക് പ്രസവിക്കാൻ കഴിയുമോ എന്നാണ് അയാൾ തന്നോട് ചോദിച്ചതെന്നും പ്രണയബന്ധവും വിവാഹബന്ധവും ഒക്കെ തകരാൻ അത് മതി കാരണം എന്നൊക്കെയാണ് ഇപ്പോൾ നടി വെളിപ്പെടുത്തുന്നത്. മുൻപ് തനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, വളരെ അടുത്ത ബന്ധമായിരുന്നു. അപ്പോഴാണ് ഈ അസുഖത്തിൻ്റെ കാഠിന്യമൊക്കെ അയാൾക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ അയാൾ ചോദിച്ച ചോദ്യം നിനക്ക് പ്രസവിക്കാൻ സാധിക്കുമോ എന്നാണ്. സ്ത്രീത്വത്തിൻ്റെ അങ്ങേയറ്റം ഒരു അമ്മയാവുക എന്നതാണല്ലോ. അമ്മയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, സ്ത്രീ എന്ന് പോലും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ ഇടയിലാണ് നമ്മളും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ഞാൻ കേൾക്കേണ്ടി വന്നത്. ഇന്നത്തെ തലമുറയ്ക്കിടയിൽ തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. ആ ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു എന്നാണ് നടി വെളിപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും അതിനനുസരിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ വളരെയധികം കൃത്യമായി അത് ഏറ്റെടുക്കുന്നുണ്ട്. അനശ്വരയുടെ ചേച്ചിക്ക് എന്ത് സംഭവിച്ചു എന്ന് പലരും ചോദിക്കുമ്പോൾ തന്നെ ഉത്തരമായിട്ടും താരം എത്തിയിട്ടുണ്ട്. എന്നെ അനവസ്ഥയുള്ളവരുണ്ടോ? എന്നാൽ എൻ്റെ പ്രായത്തിൽ ഈ ഒരു അവസ്ഥ വന്നവർക്ക് കുറവായിരിക്കും. എന്നാൽ വന്നവരാണെങ്കിലും എന്നെക്കാളും പ്രായം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇതെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ ശരീരം നിൽക്കും. നമ്മൾ അവനെ നന്നായി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളെല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും കുറവുണ്ടാകില്ല. അത് വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം നന്നായി തന്നെയാണ് വാക്കുകളെല്ലാം കേൾക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്തയായും ഇത് മാറാനുള്ള കാരണവും ഈ ഒരു സ്നേഹം തന്നെയാണ് എന്ന് പ്രേക്ഷകർ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ഓരോ തവണയും ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാവുകയും ചെയ്യുന്നു എന്ന് കൂടി പറയാം. നടി അനശ്വരയുടെ ചേച്ചിയുടെയും വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വാർത്തയായി മാറുന്നുണ്ട്. ഐശ്വര്യ രാജൻ തൻ്റെ ഫൈബ്രോമൈഗ്ലയെക്കുറിച്ച് പറയുകയും അതിൻ്റെ വേദനയെക്കുറിച്ചും ദേഹത്ത് എവിടെ തൊട്ടാലും വേദനയാണ് എന്നതും കണ്ണും മൂക്കും ഒഴിച്ച് ഏതൊരു ഭാഗത്ത് സ്പർശിച്ചാൽ പോലും വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലാണ് താൻ കടന്നു പോകുന്നതെന്നും ഐശ്വര്യ വെളിപ്പെടുത്തി. അപ്പോൾ തന്നെ നമുക്ക് ചില സമയം ഭക്ഷണം ഇറക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊന്നും വേണ്ടാത്തതുപോലെ തോന്നും. അത്രയേറെ വെറുപ്പിലേക്ക് മാറും. അങ്ങനെ ഒരു ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നത് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഞാൻ എല്ലാം ചിന്തിച്ചു. എൻ്റെ ഈ 28ാമത്തെ വയസ്സിൽ ഞാൻ അതെല്ലാം അറിഞ്ഞു. എന്നോടൊപ്പം അവളും കുറേ കഷ്ടപ്പെട്ടു. അവളും എന്നോടൊപ്പം തന്നെ നിന്നിരുന്നല്ലോ. എന്നോടൊപ്പം തന്നെ ഇത് അതിജീവിച്ചവളാണ് അവളും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ ആലോചിക്കുന്നുണ്ട്. പ്രേക്ഷകരും അത് സമ്മതിക്കുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ നന്നായി മനസ്സിലാകുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത് കൃത്യമായി തന്നെ നിൽക്കുകയാണ് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.